ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഇന്ത്യൻ ടൂ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷോയിൽ നമ്മൾ പോയി കണ്ടു. സമൂഹത്തിൽ കാണുന്ന തെറ്റുകളും കള്ളങ്ങളൊക്കെ ചൂണ്ടിക്കാണുന്ന സിനിമയാണ് ഇതുപോലെ മുതൽവൻ, ജെന്റിൽമാൻ, മറ്റേ ഇന്ത്യൻ വണ്ണൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ പോയപ്പോൾ നമുക്ക് ആ സിനിമ കണ്ട ഒരു ഇമ്പാക്റ്റ് ഈ സിനിമയിൽ എനിക്ക് പ്രത്യേകിച്ച് കിട്ടിയില്ല. സൂപ്പറായി മേക്ക് ചെയ്തിട്ടുണ്ട്. മറ്റേ അതിൻ്റെ വിഷ്വലി കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഓക്കെ. പിന്നെ അന്നത്തെ ഇന്ത്യൻ താത്ത എന്ന് പറഞ്ഞത് സേനാപതി എന്നുള്ള ക്യാരക്ടർ സ്വന്തം കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്താലും ചെറിയ തെറ്റ് വലിയ തെറ്റായാലും അവരിനെ കൊല്ലണമെങ്കിൽ കൊന്നുകളയും എന്നുള്ള ക്യാരക്ടർ തന്നെയാണ്. അതിലൊരു മാറ്റമില്ല, ഒരു സഹതാപമില്ല. അന്നത്തെ ആ സേനാപതി എന്നുള്ള ക്യാരക്ടർ ഇന്നത്തെ 2024 ഈ ജനറേഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ജനറേഷൻ അത് ഏറ്റെടുക്കോ ഇല്ലേ എന്നുള്ളതാണ് ഈ സിനിമയുടെ സ്റ്റോറി, മെയിനായിട്ടുള്ള സ്റ്റോറി പ്ലോട്ട്. ഓക്കെ. പിന്നെ മ്യൂസിക് വന്നിട്ട് എന്താ പറയുക, നമ്മൾ പഴയ സിനിമ കണ്ടിട്ട് AR റഹ്മാൻ്റെ ഒരു മ്യൂസിക്കും മറ്റേ ഈ ക്യാരക്ടറായി നമ്മൾ സിങ്കിങ്ങാണ്. അതും ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതിൽ ഇടയിലൊക്കെ വന്ന് പോകുന്നുണ്ട്. ആ ക്യാരക്ടർ ഇൻട്രഡ്യൂസ് ആകുമ്പോൾ AR റഹ്മാൻ്റെ പഴയ BGM വന്നു പോകുന്നുണ്ട്. അതും ഓക്കെ. പക്ഷെ അനിരുദ്ധിലേക്ക് വരുമ്പോൾ നമുക്ക് പഴയ ക്യാരക്ടറും ഈ പുതിയ BGM ആയിട്ട് സിങ്ക് ആവണില്ല. അതൊക്കെ പഴയ ഫാൻസിന്, പഴയ പ്രേക്ഷകർക്ക് ഈ സിനിമയിൽ വരുമ്പോൾ നമുക്കത് BGM സിങ്ക് ആവുന്നില്ല. ഓക്കെ. അപ്പോൾ അതാണ് മെയിനായിട്ട്. പക്ഷേ BGM അനിരുദ്ധ് നല്ല രീതിക്ക് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതുപോലെ എന്താണ്, നമ്മൾ നേരത്തെ ആ സിനിമ കണ്ടിട്ട് ഈ സിനിമ കാണുമ്പോൾ അത് നമുക്ക് കണക്റ്റ് ആവാത്തതുണ്ടാവാം, എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും പിന്നൊരു 2-3 സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചൈനയിലൊക്കെ പോയിട്ട് കുറേ വ്യായാമം മർമ്മ വിദ്യകളൊക്കെ പഠിച്ച് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി, പ്രായമായാലും ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി വന്നാലും നമുക്കത് കാണുമ്പോൾ ഇത്രയും പ്രായമുള്ള ആൾ ഇങ്ങനെയൊക്കെ ചെയ്താലും ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ സൂപ്പർ ഹീറോസ് ചെയ്യുന്ന സ്റ്റൺസും ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല കൂളായിട്ട് ചെയ്യുന്നത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2-3 സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. അങ്ങനെ ചെറിയ 2-3 കാര്യങ്ങളൊക്കെ തോന്നി. പിന്നെ സിദ്ധാർത്ഥ്, നകുൽ പ്രീതി സിംഗ്, ഇതൊക്കെ അവൻ്റെ ക്യാരക്ടറൊക്കെ അവർ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. നല്ല സെൻറ്റിമെൻ്റ് ആയാലും ആക്ഷൻസ് ആയാലും എന്തായാലും എല്ലാതും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ക്യാരക്ടറൊക്കെ അവർ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെടുമുടി വേണു അദ്ദേഹത്തിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ, പിന്നെ അവസാനത്തെ ഒരു സീന് മാത്രം അവർ ഒറിജിനൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 2-3 ആക്ഷൻ സീനൊക്കെ ബോഡി ഡബിൾ വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. അപ്പോൾ അവർ എത്രത്തോളം ഒരു എന്താണ്, നമ്മൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത നടന്മാരെ ഇങ്ങനെ എത്രത്തോളം സ്ക്രീൻ പ്രസൻസിൽ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അത് ഡയറക്ടർ ശങ്കറിൻ്റെ ബ്രില്യൻസ് തന്നെയാണ്. ഓക്കെ. മാക്സിമം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് DIG എന്നൊക്കെ പറയും. എന്തായാലും നിങ്ങൾക്കൊരു തിയേറ്ററിൽ നിന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമ തന്നെയാണ് ഇന്ത്യൻ ടൂ. എല്ലാവരും പറയുന്നുണ്ട് പോരാ, ആവറേജ്, അങ്ങനെയാണ്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടും, കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. നമ്മളും ഇതൊക്കെ അനുഭവിച്ചതാണല്ലോ എന്നുള്ള തോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. നമ്മളൊരു ഒപ്പിന് വേണ്ടിയിട്ടും കുറേ കടലാസിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ അലഞ്ഞിട്ടുണ്ട്. അങ്ങനെ അലഞ്ഞവർക്ക് ഈ സിനിമ കാണുമ്പോൾ അപ്പോൾ നമ്മളും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന സീൻസും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. നമുക്കെന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് കാർട്ടൂൺസ്, ഈ മുതൽവൻ സിനിമയിൽ കാർട്ടൂൺ പരമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ശങ്കർ. അതേ സാധനങ്ങൾ ഇതിൽ ആനിമേഷൻ രൂപത്തിൽ മൂപ്പര് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം ഇത് ഇന്ത്യൻ ടു സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് തിയേറ്ററിൻ്റെ ഒരു കാർട്ടൂൺ വൈസ് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഇനി അടുത്ത് എന്താവും എന്നുള്ളത് ആ സീനിൽ അവർ തന്നെ പറയുന്നുണ്ട്, ഇനി എന്താവും എന്നുള്ളത്. അത് നമുക്കിട്ട് തന്നെ ചെറിയൊരു തോട്ടാണ്. ഓക്കെ. അപ്പോൾ പിന്നെ അവസാനം സിനിമ കഴിഞ്ഞിട്ട് പേരിട്ട് കഴിഞ്ഞ ഉടനെ ഇന്ത്യൻ 3ലേക്കുള്ള ഒരു ട്രെയിലർ വിട്ടിട്ടുണ്ട്. അതിലാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ സിനിമ തുടങ്ങുന്ന മുമ്പ് കമലഹാസനെ DIG വെച്ച് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി ചെറുപ്പമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൽ നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ ട്രെയിലർ വന്നപ്പോഴാണ് നമ്മൾ യുദ്ധം ചെയ്യുന്ന സീനുകളൊക്കെ പഴയ ഒരു ഫ്ലാഷ് ബാക്ക് സീനില്ലേ, അതിലുള്ള കമലഹാസനെ ഒരു കറക്റ്റായി കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുപ്പം പോലെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടപ്പോൾ തന്നെ കറക്റ്റ് നമുക്ക് പഴയ ഒരു കമലഹാസനെ നമുക്ക് നേരിട്ട് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു ഗൂസ് ബംസ് ഇല്ലേ, അത് നമുക്കത് കിട്ടി ആ ട്രെയിലറിൽ മാത്രം.
ഇന്ത്യൻ 2 നമ്മൾ ഈ ലെവലിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഓക്കെ നമുക്ക് കുഴപ്പമില്ല ഓക്കെ എന്നുള്ള ബേസിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ 3 ട്രെയിലറും കൂടി കണ്ടപ്പോൾ അടുത്ത സിനിമ അതിൻ്റെ ബാലൻസ് എങ്ങനെയായിരിക്കും കൂടി കാണാമെന്നൊരു ക്യൂരിയോസിറ്റി ആ ട്രെയിലറിലൂടെ നമുക്ക് ഡയറക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഓവറോൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയായിട്ട് എല്ലാ ഓഡിയൻസിനും കണക്റ്റ് ആവുന്ന ഒരു സിനിമ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പോയി സിനിമ കാണുക. അതെൻ്റെ ഒപ്പീനിയനാണ്. എനിക്ക് ഈ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഫീലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ വേറെ തോട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ സിനിമ കിട്ടി. കാരണം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ ശങ്കർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും റിയലി ഗുഡ്. ഓക്കെ ഓക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ. നിങ്ങളുടെ കമൻസ് താഴെ അറിയിക്കുക. ഓക്കെ, ഒരാൾ എത്തി നോക്കുന്നുണ്ട്, അതുകൊണ്ട് ടാറ്റ.